ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഡെയിലി വ്ലോഗിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ നീതുവിന് കുറച്ച് തുണിയൊക്കെ തയ്ക്കാൻ വാങ്ങാൻ പോയി. കാണിച്ചു കൊടുക്ക്, രണ്ടെണ്ണം എടുത്ത്. അത് വേറെ പ്രത്യേകിച്ച് കാണിച്ചു. കാരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതുവിന്റെ കുറച്ച് അടുത്ത കൂട്ടുകാരുണ്ട് ഇപ്പം കുറെ പേര് യൂട്യൂബിലല്ലേ. നമ്മുടെ കമന്റ് സെക്ഷൻ ഒക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അവരൊക്കെ എപ്പോഴും പറയും ഡ്രസ്സ് കാണിച്ചു കൊടുക്കണം അല്ലേ, എവിടുന്നാ വാങ്ങുന്നേ, എവിടുന്നാ തയ്ക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. സോ കുറച്ച് തുണിയൊക്കെ തയ്ക്കാൻ കൊടുത്ത് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്നാൾക്ക് ഞങ്ങൾ പായസം വാങ്ങാൻ വന്നത് വാങ്ങിച്ചില്ലല്ലോ. ഇന്ന് പൈസ തുറന്നിട്ടുണ്ട്. തുറന്നുണ്ടോ? എന്നാ ഫ്രണ്ടിലോട്ടാ ഓടി മന്ദവത്തി മാറിപ്പോയി. ഹലോ, നമ്മള് തിരിച്ചു പോകും ഗൈസ്. അപ്പൊ പായസം മേടിക്കാൻ മിസ്സായി, ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവാണ്, പായസം മേടിക്കാൻ പോവാണ്. അപ്പോഴാണെങ്കിൽ പായസം വാങ്ങാൻ പോവാണ് ഗൈസ്. പായസം മേടിക്കുന്ന വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതു പായസക്കട ഇനിയാണെന്ന് വിചാരിച്ചിരിക്കുക. കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സ്ഥലമായത് നമ്മുടെ അടുക്കള മൂല എന്ന് പറയും. അവിടെ ഈ പായസക്കട ഉള്ളു. അപ്പൊ നിങ്ങള് പുനലൂർ ടു അഞ്ചല് പോകുന്നവര് ഈ റൈറ്റ് സൈഡ് റോഡ് സൈഡ് കാണും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവരൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ? ഞങ്ങൾ ഇവിടെ വന്നാ മേടിക്കുന്ന പായസം. ഇവർക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. കടല പായസം, പയർ പായസം, പരിപ്പ് പായസം, വെള്ളപ്പായസം, മഞ്ഞ പായസം. എനിക്ക് വെള്ള കളറുള്ള തനുവിനെയും ദേവുനെ ഞങ്ങള് കൊണ്ട് ഇവിടെ വീട്ടിലാക്കിയിട്ട് ഫുൾ ഇനിയിപ്പോ ഞങ്ങള് കറക്കമാണ് ഗൈസ്. സോ ഇനിയിപ്പോ ഉള്ള ഡേയ്സിൽ മൊത്തം ഞങ്ങളുടെ കപ്പിൾ വ്ലോഗാണ് വരുന്നത്. നാളെ എന്നാലും നാളെയല്ലേ വരുന്നേ. അപ്പൊ അതുവരെയുള്ള ഇതൊക്കെ ഉണ്ട്. അത് സൈക്കിളും കൊണ്ട് പിള്ളേര് ഞങ്ങളുടെ ചുടുകെട്ടാന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ പായസം മേടിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ വീണ്ടും ഞങ്ങൾ മൂഞ്ചി ഗൈസ്. ഞങ്ങള് പായസം മേടിക്കാൻ എന്ന് ആഗ്രഹിച്ചു വന്നാലും അന്ന് പായസം കിട്ടത്തില്ല. സാമ്പിളെങ്കിലും ഉണ്ടോന്ന് ഒന്നുമില്ല ഗൈസ്. എന്ത് ചെയ്യാനാ, നല്ല കച്ചവടം ഉണ്ട് കേട്ടോ. അവര് കുറച്ച് പായസം കൊണ്ടുവരും, അത് അന്നേരം തീരും. പക്ഷെ ഞാനാണെങ്കിൽ 2 ദിവസം മുമ്പ് നിനക്ക് മേടിച്ചെടുത്ത് തോന്നില്ലേ, 4:45 വന്നേ, അന്ന് കിട്ടി. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്. എല്ലാ ഹോട്ടലുകളും പായസത്തിന്റെ ബിസിനസ് തുടങ്ങും കേട്ടോ. നമ്മുടെ പുനലൂരും അഞ്ചലൊക്കെ ഉള്ള പുനലൂരുള്ള ഹോട്ടലുകാരൊക്കെ പായസോടെ കുറച്ച് കച്ചവടം ചെയ്യും. എല്ലാവരും വന്ന് വാങ്ങിക്കും കേട്ടോ. അവരുടെ ബോർഡ് വെച്ചാൽ മതി, പായസം ഉണ്ടെന്ന് പറഞ്ഞ ബോർഡ് വെച്ചാൽ. കാരണം പായസത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞങ്ങൾ ഇന്നും ഇന്നലെയും പായസം വാങ്ങിയിട്ട് തുടങ്ങിയതല്ല. എവിടെ പോയാലും നീതു പായസം മേടിക്കും. മഹാബോളി ഇല്ലേ, തിരുവനന്തപുരത്ത് മഹാബോളിയുടെ വലിയൊരു ഫാനാണ് നീതു. ആണ് മഹാബോളിയുടെ കട്ട ഫാനാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ബോളിയും പായസവും ഇവരാണ് എന്നെ ആദ്യമായിട്ട്. മോദകം, ബോളി, പായസം ഇങ്ങനെയുള്ള ഐറ്റംസ് കിട്ടുന്ന കടയാ. അവിടെ പോയി ഞങ്ങൾ സ്ഥിരം പോയി കഴിക്കും. അടിപൊളി സെറ്റാണ്. ഇഷ്ടംപോലെ കടകളുണ്ട്, തുണിക്കടകളും കമ്മല് കടകളും. പാന്ത് വരും കേസ്, പാന്ത് വരും. തന്നിന് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോ പാന്ത് പിടിക്കും. അതുപോലെ എനിക്ക് അവിടോട്ട് തന്നെ ഇറക്കി വിട്ടാല് പാന്താണ്. തുണിക്കടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പാന്താണ് ഗൈസ്. അതെ ഗൈസ്, അതെ. അപ്പൊ ഇനി പായസം ഇല്ല. സോ ഞങ്ങൾ ഇങ്ങനെ പോവാണല്ലേ. ഇനി നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നേ? ഏത്തക്കാപ്പം മേടിച്ചാലോ? ഇതിന്റെ മനസ്സ് മൊത്തം പായസത്തിലായിരുന്നു. നമുക്ക് ഷാർജ കുടിച്ചാലോ? മറ്റേടുത്ത് കണ്ണനോട് വിളിച്ചോണ്ട് വരാം. കണ്ണോട് വരാൻ പറയാം. ഇപ്പം വേണ്ട, നമുക്ക് കണ്ണനോടെ പോകുമ്പോ മേടിക്കാം. കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങള് നേരെ അപ്പം ഷാർജ കുടിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ ചെമ്മന്തൂർ ഒരു കടയിൽ പോയി ഷാർജ കുടിക്കാം. നല്ല അടിപൊളി ഷാർജ, നല്ല സൂപ്പർ ഷാർജ. അപ്പം അത് കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്റെ ദേവുട്ടിക്ക് വേണോന്ന് പറഞ്ഞാൽ ആ ഷാർജ മേടിച്ചു കൊടുക്കാം. അയ്യോ മേടിച്ചു കൊടുക്കാം. ദേവുട്ടി സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് നേരെ അങ്ങ് പോവാം, പോയിട്ട് മേടിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിള്ളേരില്ലാത്തത് കൊണ്ട് ഒരു എന്നാലും ഒരു മിസ്സിംഗ് ഉണ്ട്. ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് ഗൈസ്, ചെറുതായിട്ട്. അവളിങ്ങനെ ഇരിക്കാനും വ്ലോഗ് എടുക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു മിസ്സിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ച് അധികം കുരുത്തക്കേടൊക്കെ ഉണ്ട് ഗൈസ്. നിനക്ക് ഏത്തക്കപ്പം വല്ലതും വേണോ? വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട്
ചിലപ്പോ ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകും. സത്യം ടെമ്പിൾ ഡേറ്റ് ആണ് ഗൈസ്. കുറച്ച് കാര്യങ്ങൾ ഗൈസ് ഇന്ന് ടെമ്പിൾ ഡേറ്റ് ആണ് കേട്ടോ. അമ്പലത്തിൽ പോകും സീരിയസ്ലി. അപ്പൊ ഇപ്പം പ്ലാൻ ചെയ്തേ അമ്പലത്തിൽ പോകണമെങ്കിൽ ആ അമ്പലത്തിൽ പോകുന്ന കൂടെ ക്ലിപ്പിംഗ് ചിലപ്പോ ഒരു 5 വരെ ഒന്ന് പോകണം. 5 വരെ പോകണം. അപ്പൊ ഇന്ന് മൊത്തം എന്നും ഫുള്ള് കറക്കം തന്നെ. അതിന്റെ എല്ലാം ഞങ്ങൾ ഇട്ടേക്കാം. അതിന്റെ എല്ലാം കൂടെ ചേർത്തിടാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് എന്നും ഇടാത്തതിന് പരാതിയൊക്കെ ഉണ്ട് പിള്ളേർ. അതായത് അമ്മു ബിൻസിയൊക്കെ ഹായ് അമ്മു, ഹായ് ബിൻസിയ, പേര് അമൃത. ഗൈസ് എല്ലാവരുടെയും പേര് പറയുന്നില്ല, എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടാ പറയുന്നത്. പിന്നെ അവരാണെങ്കിൽ നമ്മുടെ ഈച്ച് ആൻഡ് എവറി വീഡിയോയും കണ്ടിട്ട് അതിന് കമന്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഹലോ ഗൈസ്, വാട്സ്ആപ്പ് ഗൈസ്. അപ്പം നമ്മൾ ഇനിയുള്ള അപ്ഡേറ്റ്സുകളെല്ലാം കാണിക്കും കേട്ടോ. അപ്പം വീട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ കണ്ട മീൻ മേടിക്കാൻ വരുന്ന കട ഗൈസ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ മീൻ മേടിക്കുന്നത്. ഇവിടെ എല്ലാ കടയിലും ഞങ്ങൾ നിരങ്ങുന്നതാണ്. നീ ഇതൊരു എൻഡോർക്ക് എടുത്തോണ്ട് ഇതുവഴി ഇങ്ങനെ പോകും ഗൈസ്. നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം. ഇതാണ് നമ്മുടെ പുനലൂരിലേക്ക് പോകുന്ന വഴി. ഹലോ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഞങ്ങൾ റെഡി. എങ്ങനെയുണ്ട് കൊള്ളാമോ ഗൈസ്? എന്റെ ഷർട്ട് വേണോ? പുതിയ ഷർട്ടാ കൊള്ളാമോ? ഞാൻ വാങ്ങിച്ചോട്ടെ. ഞങ്ങളുടെ കൂടെ 2 പേരുണ്ട്. ഞങ്ങളുടെ 2 പേരുണ്ട്. നമ്മുടെ ക്യാമറമാനാണ് കാർത്തിക് ഗൈസ്. ഞങ്ങളുടെ കൂടെ കണ്ണനും ഉണ്ട്, ഉണ്ണിയും ഉണ്ട്. ഗൈസ് ഇവരിന്ന് ഒരേ യൂണിഫോം ആണ് ഗൈസ്. ഗൈസ് ഇവര് യൂണിഫോം ആണ് ഗൈസ്. എങ്ങനെയുണ്ട് കണ്ണൻ? ഇതാണ് ഇങ്ങനെ കാർത്തിക് ഗൈസ്. സോ ഗൈസ് ഞങ്ങൾ ഇന്ന് പോവാണ്. അവിടെ നെയ്ത് ഫുള്ള് ഇവിടെ ഗൈസ്. നെയ്തുവിന്റെ ഫുള്ള് ഇവിടെ. അതെ അതെ, നെയ്തുവിന്റെ പുതിയ അടിപൊളിയാണ്, നല്ല രസമുണ്ട് അല്ലേ ഗൈസ്? എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ? സോ ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഇവിടെ അടുത്തുള്ള പുനലൂരുള്ള ശിവൻകോവിൽ അമ്പലത്തിലാണ് പോകുന്നത്. ബാക്കി വീഡിയോസൊക്കെ ഞങ്ങൾ പോയിട്ട് വരുന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട് ഗൈസ്. നമ്മൾ അമ്പലത്തിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. സോ ഇവിടെ നിന്ന് ഒരുപാട് വലിയ സംസാരമൊന്നും പറ്റത്തില്ല, കാരണം അമ്പലമല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോയ്ക്ക് എടുത്ത് ഇനി ഞങ്ങൾ നേരെ ഇനി പോവാണ്. ഇനി ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ പോകാൻ കുറേ പ്ലാനിങ് ഉണ്ട്. സോ ഗൈസ് ഇന്നത്തെ ടെമ്പിൾ ഡേറ്റ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ടെമ്പിൾ ഡേറ്റ് അല്ല, ഡെയിലി വ്ലോഗിൽ തന്നെ ടെമ്പിൾ ഡേറ്റ് കൂടെ ഞങ്ങൾ എല്ലാം ഉണ്ട്. സോ ഇത് ഓടി നടന്ന് തൊഴുവാണ്. ഓടി നടന്ന് തൊഴുവാണ് ഗൈസ്. പുനലൂരുള്ള ശിവൻകോവിൽ അമ്പലമാണ്. ശിവൻ്റെ അമ്പലമാണ് ഇത്. ശാസ്താംകോണത്തോട്ട് പോകുന്ന വഴിയിലാണ്. ശിവൻകോവിൽ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പുനലൂരുകാർക്കൊക്കെ അറിയാം, പുനലൂർ ഫേമസ് ഒരു അമ്പലമാണ് ഗൈസ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഞങ്ങളുടെ റീൽസ് ഷോർട്സൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും അമ്പലം വരാറുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഗൈസ്. അതേപോലെ ഇവിടെ സദ്യ തിന്നാനൊക്കെ ആണെങ്കിൽ നീ ഇത് വന്ന് ആദ്യത്തെ ക്യൂവിൽ കയറി നിന്ന് സദ്യയൊക്കെ കഴിക്കും. ഇതാണ് അമ്പലത്തിൻ്റെ സ്റ്റേജ് ഗൈസ്. ഇവിടെ വെച്ചാണ് ഗാനമേള അങ്ങനെയുള്ള പ്രോഗ്രാംസും എല്ലാം നടക്കുന്നത്. അമ്പലത്തിലെ പ്രസാദമാണ്. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ പോയി മറ്റേ സിനിമ സൂ ഫ്രം സോ സിനിമ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്തെങ്കിലും ഇത് പറയാനുള്ളത്? നല്ല സൂപ്പർ സിനിമ, നല്ല ചിരിച്ച് അറമാദിക്കാൻ പറ്റിയ സിനിമയാണ്. പക്ഷെ അന്നേരം ക്ലിപ്പിംഗ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് തീരുമാനിച്ച് ചെയ്യാൻ സമയമില്ലായിരുന്നു. തിരിച്ചു വരാൻ നേരത്തും എടുത്തില്ല. സോ ഗൈസ് ഇനിയുള്ള സിനിമയുടെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഇടും അല്ലേ. കുറച്ച് സിനിമ റിവ്യൂ ഒക്കെ പറയാം അല്ലേ. നല്ല സിനിമയല്ലായിരുന്നു അന്നേ, ഒരുപാട് എൻജോയ് ചെയ്ത്. സോ ദീപാരാധനയ്ക്കുള്ള സമയം. സോ ഗൈസ് ബൈ 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 ബൈ. തൊഴുതോ? എന്ത് പ്രാർത്ഥിച്ചേ? എന്ത് കണ്ണ പ്രാർത്ഥിച്ചേ? ഉണ്ണി എന്ത് പ്രാർത്ഥിച്ചേ? നല്ലത് വരട്ടെ, നല്ലത് ചെയ്താൽ നല്ലത്. അതെ ഗൈസ്, ഞാൻ ഇന്നലെ കണ്ണന് മുടിയില് കളർ ചെയ്ത് പക്ഷെ ആയില്ല. ആണ്ട കളർ ചെറിയ കളർ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് കളറുണ്ട്. നീ ഇതിന്റെ മുടിയിലും കളർ ചെയ്ത്? ചെറിയ കളറാണ്. ഞാൻ ചെയ്തില്ല കേട്ടോ, എനിക്കറിയാം ഇവിടെ ചെയ്തതിനെ കൊളാവുന്നു. അതെ അതെ, ഫെമ്മങ്ങാണ്ട് മേടിച്ച് അടിച്ചു കൊടുത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഇനിയിപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് ചായ മേടിച്ച് തരുമെന്ന് പറയുന്നു. സോ ചായയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം കാണാൻ പറ്റും, നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ? ലൈറ്റ് ഒന്നും ഇടാവോ? ഗൈസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇന്നാണെങ്കിൽ എനിക്ക് നീതുവിൽ ഭയങ്കര സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്ത്, കാരണം എനിക്ക് നൊസ്റ്റാൾജിയ വന്നു ഗൈസ്. ഞങ്ങൾ പ്രേമിച്ച് നടന്നപ്പോൾ ഉള്ള കണക്കുള്ള പാവാടയും ഉടുപ്പൊക്കെ ഇവളെ ഇതൊക്കെ ഇട്ടിട്ടായിരുന്നു അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ പാവാടയും ഉടുപ്പ് ഇടുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവളോട് വീണ്ടും ആ ഒരു പഴയ പ്രണയം വീണ്ടും കൂടി ഗൈസ്. എനിക്ക് പ്രൊപ്പോസ് ചെയ്യാനൊക്കെ തോന്നി ഇതിനോട്. ഒരു ന്യൂ ലവ് ഒക്കെ എനിക്ക് വന്നു ഗൈസ്, ന്യൂ ലവ്. സോ ഐ ലവ് യു ടു ഗൈസ്. അങ്ങനെ എനിക്ക് നീതിനോടൊന്ന് പ്രൊപ്പോസ് ചെയ്യാനൊക്കെ വീണ്ടും എനിക്ക് ഭയങ്കര അങ്ങനെ എന്തോ ഒരു ഫീൽ വരുന്നു ഗൈസ്. എന്താ ചെയ്യാനാ?
സീരിയസ്ലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇവിടെ സാരി ഉടുക്കുന്നതും ഇവളിങ്ങനെ പട്ടുപാവാട ഉടുപ്പൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഈ ഡ്രസ്സ് അല്ലാതെ പ്ലാൻ ചെയ്തത്. ഒത്തിരി ഡ്രസ്സ് മാറ്റി ലാസ്റ്റ് ആണ് ഈ ഡ്രസ്സ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് തന്നെ ഇന്ന് ഇട്ടത്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. സോ എനിക്ക് ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു പുതുമ ഫീൽ ചെയ്യുന്നു ഗൈസ്. താങ്ക് യു സോ മച്ച്. സോ ഗൈസ് അതുകൊണ്ട് നീതുവിന്റെ വക എന്റെ ചെലവ് ഷാർജ മേടിച്ചു തരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ബൈ ബൈ. ഞങ്ങൾ അഞ്ചല് ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. രണ്ടാവന്മാർ വരുന്നുണ്ട്. ഒരു മണിയില്ലാതെ രണ്ടാവന്മാർ ഇതാ വരുന്നുണ്ട്. എന്തിനാ വരുന്നത്? ഹായ് ഗൈസ്. എന്തിനാ വരുന്നത് വെച്ചാൽ അമ്മക്ക് അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ഞാൻ ചേച്ചി വരുന്നുണ്ട്. ഇപ്പൊ നടന്നു വരുന്ന സമയത്താണെങ്കിൽ ഞങ്ങളുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അപ്പൊ അവരാണെങ്കിൽ വന്നിട്ട് അവര് വന്നിട്ട് എന്ത് പറഞ്ഞു വീഡിയോസ് വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. ഞങ്ങള് വീഡിയോ എടുക്കാൻ അവന്മാര് ഓടിക്കളഞ്ഞു ബസ് വന്നു പറഞ്ഞ. പിന്നെയുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പം കുറേ പേർക്ക് ഇല്ലേ, ഇപ്പൊ അത്യാവശ്യം കുറേ പേർക്കൊക്കെ അറിയാം ഗൈസ്, ഒരുപാട് പേർക്ക്. ഇതാണ് തകർത്ത് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുക. അമ്പലത്തിൽ പോയിട്ട് നേരെയാണ് ഇവിടെ തുണിക്കടയിലോട്ടാണ് വന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇവിടെ നല്ല സമയം എടുക്കുന്നുണ്ട്. ലവന്മാർ രണ്ടും അവിടെ പോയി സൗന്ദര്യം ആസ്വദിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താണ് പറയാനുള്ളത്? എന്തുവാ പോസ്റ്റാണ് ഗൈസ്. ഈ പെൺപിള്ളേരെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പോസ്റ്റാണ് ഗൈസ്. നമ്മളിനി പോസ്റ്റ് കൊടുക്കുക. നമ്മൾ കൊണ്ടുപോയിട്ട് ഞങ്ങളിനി നല്ലൊരു പോസ്റ്റ് കൊടുക്കുക ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്? എങ്ങനെയുണ്ട് ഗൈസ്? ഉള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെമ്പിൾ ഡേറ്റ് ആണെന്ന്. ഇതിന് ഇന്നൊന്നും നടപടിയാവുന്ന കാര്യമില്ലെന്ന് തോന്നുന്നു. 3-4 എടുത്ത് ഇപ്പം നാട്ടെ. നൈസ് കളർ. പക്ഷെ ഇത് വെട്ടത്തിറക്കാൻ പറ്റത്തില്ല. ഇത് ഇടിവെട്ട് കളറാന്ന് തോന്നുന്നു. നല്ല കളറാ. ഭയങ്കര മഞ്ഞടി. ഇത് ഭയങ്കര മഞ്ഞ. നീതിന്റെ ഡ്രസ്സൊക്കെ കണ്ടോ ഗൈസ്? നീതിന്ന് ഭയങ്കര ജാടയിലും വേലയിലും ഇന്ന് ഭയങ്കര ജാടയും വേലയിട്ട് നിൽക്കും കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ നീതി ഇന്ന് ഭയങ്കര ലുക്കായിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ലുക്കായിട്ടുണ്ടെന്ന് പറഞ്ഞ അന്നേരം തൊട്ട് ഇത് പൊങ്ങിനും. അത് കൊള്ളാം കേട്ടോ. ഇത് അത് വെറൈറ്റി, അത് നൈസ്, അത് കൊള്ളാം. ഡബിൾ ഷെയ്ഡ് ഗൈസ്. നീ കടയിൽ പണിക്ക് കയറിയോ? ചേട്ടാ എന്ത് കൊള്ളാം? ഇത് റിഡക്ഷൻ നടക്കുവാണോ? ഉണ്ണി ഇങ്ങോട്ടൊന്ന് ഇറങ്ങടാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് കൊടുത്തോണ്ടിരിക്കുന്ന ഗൈസ്. ബില്ല് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കണ്ണനൊക്കെ വെയിറ്റിംഗ് ആണ്. ഇനി അടുത്ത കടയിലേക്ക് പോവുകയാണല്ലേ ഗൈസ്. ഞങ്ങൾ നെക്സ്റ്റ് കടയിലേക്ക് പോവുകയാണ്. സോ അടുത്ത കടയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇല്ലല്ല എനിക്ക് വേണ്ട. എനിക്ക് ഈ ആഴ്ചയിൽ ഒരു 4 ഷർട്ടൊക്കെ എടുത്തായിരുന്നു. സോ ഗൈസ് എനിക്ക് ഇപ്പം വേണ്ട. ഞാൻ ഓണത്തിലേക്ക് മാറ്റി വെച്ചേക്കുവാണ് ബാക്കിയുള്ള. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിത് 5 ടൗണിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. 2 പയ്യന്മാരുണ്ട് നമ്മുടെ കൂടെ. ഞങ്ങൾ അനാഥരാണ് ഗൈസ്, പക്ഷെ ഗുണ്ടകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേ വരുവാണ് ഗൈസ്. ഞങ്ങളാണ് 5 ടൗണിൽ എന്തോ മേടിക്കാൻ പോയിന്. നീതുവിന് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞു. എന്തോ അറിയത്തില്ല, ചുമ്മാ പോവുകയാണ് ഗൈസ്. ചുമ്മാ പോകുന്നത്. വെള്ളം കുടിച്ചിട്ട് പോലെ നാരങ്ങ വെള്ളം അതെ. ഇനിയിപ്പോ അവളത് വാങ്ങിയിട്ടല്ല, അത് അടങ്ങത്തില്ലെന്നൊക്കെയാ പറയുന്നേ. എടാ ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല ഗൈസ്. ഇത് അൻഷാഹിലിന്റെ അച്ഛന്റെ വണ്ടിയാണ് തോന്നുന്നത്. കടകളൊക്കെ അടച്ച. ഞങ്ങളിപ്പോ 5 ടൗണിലാണ്. ഇവിടെ നല്ല ഇരുട്ടാണ് ഗൈസ്. അടച്ച കട തുറപ്പിക്കുകയാണ് ഗൈസ്. ഇത് അടച്ച കട തുറപ്പിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, അടച്ച കട തുറപ്പിച്ചുകൊണ്ട് ഇത് ലൈറ്റ് എല്ലാം അടച്ചാണ്. അപ്പൊ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോവാണ്. ഇനി ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കണം. അത് വാങ്ങിച്ചോണ്ട് പോകാനാണ് നീ ഇത് പറയുന്നത്. വേണ്ട, കഴിച്ചിട്ട് പോകാൻ. സോ ഗൈസ് ഇന്ന് തനിയില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിക്കുകയാണ്. ഫുഡെന്ന് പറഞ്ഞപ്പോ ഇത്ര നേരം ഞങ്ങളുടെ പുറകെ നടന്ന ടീമുകൾ ഇപ്പൊ ഫ്രണ്ട് നടക്കുക കേട്ടോ. ഇത് കൂടെ പിടിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ വണ്ടി എവിടെ ഇട്ടേന്ന് മറന്നുപോയി. അത്രയ്ക്ക് എല്ലാരും അത്രയ്ക്ക് ബോധരഹിതരായി നടക്കുക ഗൈസ്. അറ്റ് ലാസ്റ്റ് വി ഫൗണ്ട്
നമ്മൾ വണ്ടി എടുത്ത് ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി വീഡിയോസ് ഇത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അത് ആഡ് ചെയ്യും. ഇറ്റ്സ് മീ ആദർശ് സൈനിങ് ഓഫ്. ബൈ ബൈ.